പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ്. അതിൽ സന്തോഷവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. പിന്നെ ദുഃഖം വരുമ്പോൾ അതിൽ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മളെ ജീവിതം മൊത്തത്തിൽ വഷളാവുന്നത്. ഞാൻ ദുഃഖത്തിലാണെന്നും അതിൽ നിന്ന് സന്തോഷത്തിലേക്ക് എന്നെ ഞാൻ തന്നെ കൊണ്ടുപോകണമെന്നും നമ്മൾ തീരുമാനിക്കാത്തിടത്തോളം കാലം നമ്മളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളെ ബാധ്യതയാണ്. കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതിനെ തടുത്ത് നിർത്താൻ നമുക്ക് കഴിയില്ല. നമ്മളെ നല്ല സമയവും കടന്നു പോകും. ഈ നല്ല സമയത്ത് ദുഃഖിക്കണോ സന്തോഷിക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ജീവിതത്തിൽ ദുഃഖം വരും. ആ ദുഃഖത്തിനെ മറികടക്കാനുള്ള കഴിവ് നമുക്ക് തന്നെയാണുള്ളത്. അതിൻ്റെ കടമയും നമുക്ക് തന്നെയാണ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ഞാനും കുറച്ച് ദിവസം ബൈക്കിൽ നിന്ന് വീണിട്ടുള്ള കാലിനുള്ള ചെറിയൊരു പരിക്ക് മൂലം വീട്ടിലിരിക്കുകയായിരുന്നു. കൂടുതൽ സമയം ഒറ്റക്കായപ്പോൾ ദുഃഖം തന്നെയായിരുന്നു വന്നിരുന്നത്. പിന്നെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും സന്തോഷത്തിലേക്ക് നമുക്കെന്ത് എൻജോയ്മെൻ്റാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റുക അത് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് നടക്കാനാണ്. ഒരുപാട് ദിവസമായി ഞങ്ങൾ നടക്കുന്ന സ്ഥലം തന്നെയാണിത്. ഒരുപാട് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഒന്ന് നടക്കാൻ വന്നതാണ്. അപ്പോൾ മുന്നിൽ കാണുന്ന കാഴ്ചകളെല്ലാം മനോഹരമാണ്. ഓരോന്നും ആസ്വദിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിന് ലോകങ്ങളിൽ മുഴുവൻ കറങ്ങണമെന്നില്ല. ചുറ്റുപാടുള്ളതിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും വീഡിയോകൾക്ക് അത്യാവശ്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.